റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. തീരദേശ, പുഴ, കനാൽ പുറമ്പോക്ക് പട്ടയ പ്രശ്നം പരിഹരിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 4ാം ലോക കേരള സഭാ സമ്മേളനം സമാപിച്ചു. ലോക കേരളം ഓൺലൈൻ പോർട്ടൽ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. 4ാമത് ജില്ലാ റവന്യൂ അസംബ്ലിക്ക് ജൂൺ 20 തുടക്കമാകും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം പൂർത്തിയായി. സംസ്ഥാനത്തെ തീരദേശവാസികളുടെയും നദി, കനാൽ കരകളിൽ താമസിക്കുന്നവരുടെയും ഭൂമിക്ക് പട്ടയം ഉറപ്പാക്കാൻ റവന്യൂ വകുപ്പ് പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നു. നിലവിലെ തടസ്സങ്ങൾ പരിഹരിച്ച് അർഹരായ മുഴുവൻ പേർക്കും പട്ടയം വിതരണം ചെയ്യുന്നതിനായി വിവിധ തലങ്ങളിൽ തന്നെ നടപടികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. പി ചിത്തരഞ്ജൻ MLAയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. CRZ മേഖലയിൽ ഉൾപ്പെടുന്നതുകൊണ്ട് ഭൂമി പതിച്ചു നൽകുന്നതിന് നിയമ തടസ്സമില്ല. എന്നാൽ ഇത്തരം സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ CRZ നിബന്ധനകൾ ബാധകമാകും എന്നതാണ് പ്രശ്നം. CRZ മേഖലയിലെ നിർമ്മിതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ഇളവുകൾ വരുത്താൻ ഇത് സംബന്ധിച്ച സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. നിയമ ഭേദഗതിയുടെ ആവശ്യകത മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് റവന്യൂ, നിയമ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം ജൂൺ 21 മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. ലോക കേരള സഭയുടെ 4ാം സമ്മേളനം സമാപിച്ചു. ജൂൺ 14, 15 തീയതികളിൽ നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ലോക കേരള സഭയിൽ 103 രാജ്യങ്ങളിൽ നിന്നും 25 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി കേരളീയ പ്രതിനിധികൾ പങ്കെടുത്തു. കുവൈറ്റ് അപകടത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് സമ്മേളനം ആരംഭിച്ചത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കിയിരുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. കൂടാതെ വിവിധ വിഷയങ്ങളിൽ അവതരണങ്ങളും മേഖലാടിസ്ഥാനത്തിലുള്ള ചർച്ചകളും സംഘടിപ്പിച്ചു. ലോക മലയാളികൾക്ക് സംവദിക്കാൻ ഒരു ഡിജിറ്റൽ ഇടം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ രൂപകൽപ്പന ചെയ്ത ലോക കേരളം ഓൺലൈൻ പോർട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. 3ാം ലോക കേരള സഭയിൽ ഉയർന്ന ആവശ്യപ്രകാരമാണ് പ്രവാസി മലയാളികൾക്കായി ലോക കേരളം ഓൺലൈൻ പോർട്ടൽ സർക്കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കേരള ഡിജിറ്റൽ സർവകലാശാലയുമായി ചേർന്ന് നിർമ്മിച്ച ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പ്രവാസി മലയാളികൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ നാടുമായുള്ള പങ്കാളിത്തവും ഇടപഴകലും ഉറപ്പുവരുത്താൻ കഴിയും. 4ാമത് ജില്ലാ റവന്യൂ അസംബ്ലി ജൂൺ 20 തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ആരംഭിക്കും. ജൂൺ 20 മലപ്പുറം, 24 കണ്ണൂർ, 25 ആലപ്പുഴ, 27 കോട്ടയം, 28 തിരുവനന്തപുരം ജില്ലകളുടെയും ജൂലൈ 1 എറണാകുളം, 2 തൃശൂർ, 4 പാലക്കാട്, 5 കൊല്ലം, 8 കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളുടെയും 9 കോഴിക്കോട്, 11 ഇടുക്കി, വയനാട് ജില്ലകളുടെയും യോഗം ചേരും. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിയമസഭാ സാമാജികരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ റവന്യൂ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സംവിധാനമാണ് ജില്ലാ റവന്യൂ അസംബ്ലി. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓരോ ജില്ലയിലെയും നിയമസഭാ സാമാജികരുടെയും റവന്യൂ സർവേ, ഭവന നിർമ്മാണ, ദുരന്ത നിവാരണ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് യോഗം ചേരുന്നത്. വിഷൻ ആൻഡ് മിഷൻ 2021-26 നിയമസഭാ സാമാജികരെ കൂടി പങ്കാളികളാക്കുക, അവരുടെ ക്രിയാത്മക നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുക, റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളും ആവശ്യങ്ങളും വേഗത്തിൽ തീർപ്പാക്കുക എന്നിവയാണ് ജില്ലാ റവന്യൂ അസംബ്ലി ലക്ഷ്യമിടുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി. 86 സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് വിവിധ സമയങ്ങളിലായി പൂർത്തീകരിച്ചത്. 18 ജില്ലകളിലുമായി സ്കൂളുകൾ, മറ്റ് പൊതുകെട്ടിടങ്ങൾ എന്നിവയിൽ സ്ഥാപിച്ച സൈറണുകളാണ് വിജയകരമായി പരീക്ഷിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻസ് സെൻറ്ററിൽ വെച്ച് നിയന്ത്രിച്ച സൈറണുകൾ വഴി വിവിധ അലർട്ടുകൾക്ക് അനുസൃതമായി മുന്നറിയിപ്പ് നൽകാൻ ഉദ്ദേശിക്കുന്ന 3 തരം അലാമുകളാണ് പരീക്ഷിച്ചത്. പരാതി കേൾക്കാൻ കോട്ടയം ജില്ലാ കളക്ടർ പഞ്ചായത്തുകളിലെത്തുന്നു. പൊതുജനങ്ങളുടെ പരാതികൾ നേരിട്ടറിയാൻ കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഗ്രാമപഞ്ചായത്തുകളിലെത്തുന്നു. ജൂൺ 15 പള്ളിക്കത്തോട് പഞ്ചായത്ത് ഓഫീസിലും ജൂൺ 19 കുറവിലങ്ങാട് പഞ്ചായത്ത് ഓഫീസിലുമാണ് കളക്ടർ സന്ദർശനം നടത്തുന്നത്. പൊതുജനങ്ങൾക്ക് പരാതികൾ നേരിട്ട് കളക്ടറോട് പറയാൻ അവസരമൊരുക്കും. ദുരന്ത നിവാരണ ഉപകരണങ്ങൾ IDRN പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ പരിശീലനം നൽകി. പ്രളയം, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിലും തീപിടുത്തം പോലുള്ള അപകടങ്ങളിലും ദുരന്ത നിവാരണത്തിനായി ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത ഉപകരണങ്ങൾ, സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവ ഇന്ത്യ ഡിസാസ്റ്റർ റിസോഴ്സസ് നെറ്റ്വർക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട വിവിധ ഏജൻസികളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർക്ക് കോഴിക്കോട് കളക്ടറേറ്റിൽ പ്രത്യേക പരിശീലനം സംഘടിപ്പിച്ചു.
പോലീസ്, തീരദേശ പോലീസ്, ഫയർഫോഴ്സ്, ജലസേചനം, ഫിഷറീസ്, ആരോഗ്യം, KSEB, വനം, RTO, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, മൃഗസംരക്ഷണം തുടങ്ങിയ എല്ലാ വകുപ്പുകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ പരിശീലനത്തിൽ പങ്കെടുത്തു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.